41 വൈദിക ശ്രേഷ്ഠന്മാർ ഒന്നിക്കുന്ന മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ മഹായാഗം യാഥാർത്ഥ്യമായിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇളകള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് 11 ദിവസം നീണ്ട അത്യപൂർവ അതിരാത്ര മഹായാഗത്തിന് തുടക്കമായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ സോമയാഗം നടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അതിരാത്ര മഹായാഗത്തിന് തുടക്കമാകുന്നത്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഭാരതത്തിന്റെ പൈതൃകം തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമെന്ന നിലയിലും ഈ മഹായാഗത്തിന് പ്രസക്തി ഉയരുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ നടത്തപ്പെടുന്ന പുണ്യപുരാതനമായ ഈ അതിരാത്ര മഹായാഗം എന്താണ്? ഈ ആധുനിക കാലത്ത് ഇത്രത്തോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹായാഗത്തിന്റെ പ്രാധാന്യം എന്താണ്? ഹിന്ദുവേദിക ശ്രൗത പാരമ്പര്യത്തിലെ ഏറ്റവും ഉയർന്ന യാഗമാണ് അതിരാത്രം, അല്ലെങ്കിൽ അതിരാത്ര അഗ്നിചയനം, അല്ലെങ്കിൽ അഗ്നി. ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനവും ദൈർഘ്യമേറിയതുമായ അനുഷ്ഠാനമാണ് അതിരാത്രം. സോമയാഗത്തിന്റെ കൂടെയും അതിരാത്രം നടത്തും. കേരളത്തിലെ ചില ബ്രാഹ്മണ നമ്പൂതിരി കുടുംബങ്ങളിൽ മാത്രമേ ഈ പാരമ്പര്യം നിലവിലുള്ളൂ. സോമയാഗം എന്നറിയപ്പെടുന്ന അഗ്നിചയനം എന്ന അതിരാത്രമാണ് നമ്പൂതിരിമാർ അനുഷ്ഠിക്കുന്നത്. ഇങ്ങനെ അനുഷ്ഠിക്കുന്ന സോമയാഗമാണ് നമ്പൂതിരിയെ സമ്പൂർണ്ണ ബ്രാഹ്മണനാക്കുന്നത്. ഇതിലും കഠിനമായ ചിട്ടകളുള്ള അനുഷ്ഠാനമാണ് അതിരാത്രം. അമേരിക്കയിലെ ഹാർഡ്വേർഡ് ബെക്ലി സർവകലാശാലകളും ഫിൻലൻഡിലെ ഹെൽസിങ്കി സർവകലാശാലയും മുൻകൈയെടുത്ത് 1975 തൃശൂർ ജില്ലയിലെ പാഞ്ഞാളിൽ അതിരാത്രം നടത്തിയിരുന്നു. 35 വർഷങ്ങൾക്ക് ശേഷം 2011 ഏപ്രിൽ 4 മുതൽ 15 വരെ അതിരാത്രം നടന്നു. ഭൂമിശാസ്ത്ര വിധിപ്രകാരമുള്ള വാസ്തു, സൂര്യന് അഭിമുഖമായ യാഗശാല, പണ്ഡിതരായ വൈദിക ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം എന്നിവ ഈ അതിരാത്രത്തിന്റെ പ്രത്യേകതയാണ്. ആത്മീയ, ശാരീരിക, മാനസിക ഐക്യം, ശാന്തി, സമൃദ്ധി, ആത്യന്തിക ജ്ഞാനം എന്നിവ അതിരാത്രത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. 17 വൈദിക ശ്രേഷ്ഠന്മാരാണ് അതിരാത്രത്തിന് ആവശ്യമുള്ളത്. 12 ദിവസം കൊണ്ടാണ് അതിരാത്രം പൂർത്തിയാക്കുക. കൊമ്പംകുളം വിഷ്ണു സോമയാജിയാണ് ഇളകുള്ളൂർ അതിരാത്രത്തിന്റെ യജമാനൻ. യാഗാവസാനം വരെ യജമാനും പത്നി ഉഷ പത്തനാടിയും പ്രധാന ആചാര്യനും യാഗശാലയിൽ തന്നെ തുടർന്ന് എല്ലാ ക്രിയകളിലും പങ്കെടുക്കും. വൈദികരും പരികർമ്മികളുമായ വൈദികരും ചേർന്ന് ഇളകുള്ളൂർ അതിരാത്രത്തിൽ 41 വൈദികരാണ് യാഗക്രിയകൾ ചെയ്യുക. ഒട്ടേറെ കർമ്മങ്ങളും ഉപകർമ്മങ്ങളും ചടങ്ങുകളും മന്ത്രോച്ചാരണങ്ങളും സ്തുതികളും കൊണ്ട് നിറഞ്ഞതാണ് അതിരാത്രം. അതിരാത്രത്തിന്റെ ആദ്യത്തെ 6 ദിവസം സോമയാഗമാകും നടക്കുക. തുടർന്നുള്ള രാത്രിയിൽ ഉൾപ്പെടെ തടസ്സമില്ലാതെ യാഗം നടക്കും. സാധാരണ യാഗങ്ങൾ 6 ദിവസം കൊണ്ട് പൂർത്തിയാകുമെങ്കിലും അതിരാത്രം 12 ദിവസം വരെ നീളും. 4 സ്തുതിശാസ്ത്രങ്ങൾ 3 ചുറ്റായി 12 പ്രാവശ്യം ഉരുവിട്ട് മന്ത്രിക്കുകയും ഹവിസുകൾ അർപ്പിക്കുകയും ചെയ്യും. 1000 ഋതുക്കൾ വരും ഇത്. സൂര്യോദയത്തിനു മുൻപ് ഇത് അവസാനിപ്പിച്ചാൽ സൂര്യോദയം വരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പറവുകളുടെ ശബ്ദം കേൾക്കെയാണ് ഇവ ഉച്ചരിക്കുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ അവസാന ശ്രുതി ജപിക്കുകയുള്ളൂ എന്ന് വൈദികർ പറയുന്നുണ്ട്. അതിരാത്രത്തിനായുള്ള യജ്ഞ മണ്ഡപങ്ങളുടെ പണി 3 ദിവസം മുൻപേ പൂർത്തിയായിരുന്നു. ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പുറമതിലിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലാണ് യജ്ഞ മണ്ഡപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിനിരപ്പിൽ നിന്നും 2 അടിയിൽ കൂടുതൽ ഉയർത്തിക്കെട്ടിയ തറയിലാണ് നിർമ്മാണം. യാഗവ്യവസ്ഥയനുസരിച്ച് 3 മണ്ഡപങ്ങളാണ് ഇതിലുള്ളത്. 2 ചരിഞ്ഞ കൂരകളുള്ളതും വലിപ്പ വ്യത്യാസമുള്ളവയുമാണ്. ഒന്ന് പരന്നതും വളരെ ഉയരത്തിൽ നിർമ്മിച്ചതുമാണ്. യാഗത്തിന് വേണ്ട പാത്രങ്ങൾ മരം കൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. അതിരാത്ര ഹോമകുണ്ടങ്ങളിലേക്കുള്ള അഗ്നി അരണി കടഞ്ഞാണ് നിർമ്മിക്കുന്നത്. ആൽവൃക്ഷത്തിന്റെ കൊമ്പുകൊണ്ടാണ് അരണികൾ നിർമ്മിക്കുന്നത്. യജമാനും ഋതുക്കൾക്കും വേണ്ട പാൽ, ആഹാരം യജ്ഞശാലയിൽ തന്നെയാണ് നിർമ്മിക്കുക. ഇതിനുള്ള യാഗ പശുക്കളും മറ്റും യജ്ഞശാലയിൽ തന്നെ ഉണ്ടാകും. യാഗത്തിൽ പങ്കെടുക്കുന്നതിനും വഴിപാടുകൾ കഴിക്കുന്നതിനും ഭക്തർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നീണ്ട നാൾ നിലനിൽക്കുന്ന ഈ പുണ്യപുരാതന യാഗത്തിന് നിരവധി ജനങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത്.